അടുത്ത നിമിഷം മരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പായാൽ നമ്മൾ ഈ നിമിഷം ആലോചിക്കുന്നത് എന്തായിരിക്കും? നമുക്ക് ഉറപ്പായി അടുത്ത നിമിഷം നമ്മൾ പോവുകയാണ്, ഈ കളി അവസാനിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പായാൽ ഈ നിമിഷം നമ്മൾ ആലോചിക്കുന്നത് എന്തായിരിക്കും? രണ്ട് കാര്യങ്ങളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങൾ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. ഇത്രയും കാലത്തെ ആയുസ്സിൽ നമ്മൾ മറക്കാത്ത ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത്രയും കാലത്തെ ആയുസ്സിൽ ജീവിച്ചു എന്ന് നമുക്ക് തോന്നിയ ചില നിമിഷങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. ശരിക്കും ആയുസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇത് രണ്ടുമാണ് അല്ലേ? കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. കുറേ മുഖങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ എല്ലാ മുഖങ്ങളും തങ്ങി നിൽക്കുന്നില്ല. കുറേ ദിവസങ്ങളും കുറേ നിമിഷങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ നിമിഷങ്ങളും നമ്മുടേതല്ല. ചില മുഖങ്ങൾ അവിടെ കിടക്കും. നമ്മൾ ഫോണിൽ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും എല്ലാ ഫോട്ടോയും സേവ് ചെയ്യില്ലല്ലോ. നല്ല ഫോട്ടോ കുറച്ചുണ്ടാവും, അത് മാത്രമാണ് ബാക്കി വെക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോയും നമ്മൾ സേവ് ചെയ്യാത്തതുപോലെ സേവ് ചെയ്യുന്ന എല്ലാ ഫോട്ടോയും ഫേവറിറ്റിലേക്ക് മാറ്റൂല. ഫേവറിറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുന്ന കുറച്ച് ഫോട്ടോസ്, ഏത് നിമിഷവും എടുത്തു നോക്കാൻ പറ്റുന്ന അത്രയും ഫേവറിറ്റ് ആക്കി വെക്കുന്നത് വളരെ കുറച്ച് ഫോട്ടോസ് ആയിരിക്കും അല്ലേ? ഇതേപോലെ മനുഷ്യന്മാരും നമ്മൾ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ മനുഷ്യന്മാരൊക്കെ കാണുന്നുണ്ട്. നമ്മളെ എത്ര അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്? നൂറുകണക്കിന് അധ്യാപകരൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാ പഠനവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് അല്ലേ, നൂറുകണക്കിന് മാഷന്മാരെയും ടീച്ചർമാരെയും കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുനാഥനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് എത്ര ആളുകൾ വരും? ഒന്നോ രണ്ടോ ആളുകളല്ലേ വരൂ. കുറച്ച് മുഖങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ. സ്നേഹമാണ് പരിഹാരം എന്നാണ് നമ്മുടെ വിഷയം. സ്നേഹമാണ് പരിഹാരം. ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം? ഇപ്പം എന്നെ ഒരാൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അല്ലേ? വെറുതെ അല്ല, നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാൾ, നമുക്ക് ശ്രദ്ധിക്കാൻ ഒരാൾ, അതാണ് സ്നേഹം. ഈ സംഘടനയുടെ പേരതല്ലേ, ഷെയർ ആൻഡ് കെയർ. ആ കെയർ ആണ് ശരിക്കും സ്നേഹം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്നാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? മ്യൂസിയം ഓഫ് ഇന്നസെൻസ്. തുർക്കിയിലെ ഒരു വലിയ എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ്. അതിമനോഹരമായൊരു പുസ്തകമാണ്. ഒരാൾക്ക് വേറെ ഒരാളോട് തോന്നിയ അസാധാരണമായ ഒരാത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന പുസ്തകമാണ്. കമാൽ എന്നൊരു ചെറുപ്പക്കാരന് ഫ്യൂസാൻ എന്നൊരു പെൺകുട്ടിയോട് തോന്നുന്ന ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു അടുപ്പമാണ്. പ്രണയം എന്നൊന്നും പറഞ്ഞുകൂടാ, അതിൻ്റെ ഒക്കെ എത്രയോ മുകളിലേക്ക് പോകുന്ന ഒരു ബന്ധമാണ്. എന്നിട്ട് ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അടുപ്പം കൊണ്ട്
ഇയാൾ എന്താണ് ചെയ്യുന്നതെന്നറിയോ? ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ശേഖരിക്കാൻ കഴിയുന്ന എന്തൊക്കെ ഓർമ്മകളുണ്ടോ ആ ഓർമ്മകളെല്ലാം ഇയാൾ ശേഖരിക്കുകയാണ്. ആ കുട്ടി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഒരു മുടിപ്പിന്ന് പോലും, അവൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞൊരു ഡിസ്പോസിബിൾ സ്പൂണ് വരെ അദ്ദേഹം തെരഞ്ഞു പിടിച്ച് അതെല്ലാം ശേഖരിച്ച് അത് മുഴുവനും ഇങ്ങനെ ശേഖരിച്ച് വെക്കാൻ ഒരു മ്യൂസിയത്തെക്കുറിച്ച് ഇയാൾ ആലോചിക്കുകയാണ്. ആ മ്യൂസിയം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അയാൾ ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് എവിടെയോ വെച്ച് ഇയാൾ മരിച്ചു പോകുന്നത്. ശരിക്കും നടന്നൊരു സംഭവമാണ് കേട്ടോ. ആ മ്യൂസിയം എങ്ങനെ ആകണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഇന്ത്യയിലും വരുന്നുണ്ട്, ഡൽഹിയിൽ വരുന്നുണ്ട്, മദിരാശിയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹം ഒരു സുഹൃത്തിനോട് പങ്കുവെക്കുകയും ആ സുഹൃത്താണ് പിന്നീട് അത് ഈ കഥാകാരനോട് പറയുകയും അതൊരു പ്രസിദ്ധമായ നോവലായി മാറുകയും ഒക്കെ ചെയ്തത്. സത്യത്തിൽ എന്താണ്? ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിച്ചതിൻ്റെ കഥയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ? ഞാൻ കേട്ടില്ല. ബാങ്കാണെന്ന് മനസ്സിലായില്ല എനിക്ക്. എന്താ തീർന്നുണ്ടല്ലേ? ശ്രദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരാൾ വേറൊരാളുടെ ദുഃഖങ്ങളെയും അവസ്ഥകളെയും സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും അയാളുടെ പരിഗണനകളെയും എല്ലാം ഒരാൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കലാണ്. അതാണ് നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഒരു അച്ഛനുണ്ട്, നമ്മുടെ ഗുരുനാഥനാണ്. ആ അച്ഛൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അച്ഛനൊരു ദിവസം മാനന്തവാടിയിലേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യണം. അങ്ങനെ ചുരം കയറാൻ തുടങ്ങിയ സമയത്ത് തന്നെ, രാത്രിയാണ്, പാതിരാവ് ആയിട്ടുണ്ട്, ചുരം കയറാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഒരാളിങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. വല്ലാതെ വിമ്മിഷ്ടത്തോടു കൂടി ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങിയതോടെ ആ ബസ്സിലുള്ള മുഴുവൻ ആളുകളും അയാളിരിക്കുന്നതിൻ്റെ എതിർവശത്തേക്ക് മാറുകയാണ്. അച്ഛനിരിക്കുന്നത് ഏറ്റവും പിറകിലെ സീറ്റിലാണ്. അപ്പം അച്ഛനിങ്ങനെ കാണുകയാണ് ഇതെല്ലാം നടക്കുന്നതെല്ലാം. ഒരാളും അയാളുടെ അടുത്തേക്ക് വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ അറപ്പോടുകൂടി മാറി നിൽക്കുന്നത് പോലെ ഉള്ള ആ സമയത്ത് ഒരാൾ ഓടി വന്ന് ഈ ഛർദ്ദിച്ച ആളുടെ പുറത്തിങ്ങനെ തടവി കൊടുക്കുന്നു. അയാൾക്ക് ഇദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അയാളെ ആശ്വസിപ്പിക്കുന്നു. അവിടെ പേപ്പറെല്ലാം വിരിച്ചിട്ട് വൃത്തിയാക്കുന്നു. ഇയാളെ വളരെ കംഫർട്ടാക്കിയിട്ട് മാറ്റുകയാണ് ഇയാൾ. ബാക്കിയുള്ള എല്ലാ ആളുകളും ഇയാളെ കൈയൊഴിയുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഇയാൾക്ക് വേണ്ടതെല്ലാം ആ സമയത്ത് എന്താണ് വേണ്ടത് അതെല്ലാം ചെയ്തു കൊടുക്കുക. അതാരാണെന്നറിയോ? ഈ ചെയ്തു കൊടുക്കുന്ന ആളാരാണെന്നറിയോ? ആ ബസ്സിലെ കണ്ടക്ടറാണ്. ചെറുപ്പക്കാരനാണ്. അച്ഛൻ അയാളെങ്ങനെ നോക്കുകയാണ്. ആ സമയത്താണ് അച്ഛന് മനസ്സിലായത് അയാൾ മാലയിട്ട ഒരാളാണ്. കറുത്ത തുണിയൊക്കെ എടുത്ത് മാലയിട്ടിട്ടുള്ള ഒരാളാണ്. ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന അയ്യപ്പനാണ്. അപ്പം അച്ഛൻ പറയാ, എനിക്ക് അയാളുടെ അടുത്ത് ചെന്നിട്ട് ആ കാലിലിങ്ങനെ തൊടാൻ തോന്നി. അത്രയും കരുണയുള്ളൊരു മനുഷ്യൻ, അത്രയും കരുണയുള്ളൊരു മനുഷ്യൻ. അയാളുടെ കാലിലിങ്ങനെ തൊട്ട് നമസ്കരിക്കണം തോന്നി. പക്ഷെ പിന്നെ തോന്നി അത്രയും ആളുകൾ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് മടിയായി. അപ്പം ഞാനിങ്ങനെ കാത്തിരുന്നു. അങ്ങനെ അവസാനം ബസ് മാനന്തവാടിയിലെത്തി. മുഴുവൻ ആളുകളും ബസ്സിൽ നിന്ന് ഇറങ്ങി. അച്ഛൻ അവിടെ കാത്തിരുന്നു. അച്ഛനും ആ കണ്ടക്ടറും മാത്രമാകുകയാണ് ബസ്സിൽ. അച്ഛൻ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. എന്നിട്ട് അയാളെ ഇങ്ങനെ തൊട്ടു. അച്ഛൻ ഒരേ ഒരു വാക്ക് പറഞ്ഞു. ശബരിമലയിലേക്ക് ഒരാൾ പോകുന്നത് എന്തിനാ? അയ്യപ്പനെ കാണാനല്ലേ, അല്ലേ? അച്ഛൻ പറഞ്ഞു, നീ എന്തിനാടാ അയ്യപ്പനെ കാണാൻ പോകുന്നത്? നീ തന്നെയാണ് അയ്യപ്പൻ.
ഒരാളുടെ ഉള്ളിലെ കരുണയുടെയും നന്മകളുടെയും പേരാണ് പടച്ചോൻ. അതെവിടെയാണ് ഒരാൾക്ക് നഷ്ടപ്പെടുന്നത്? അയാളുടെ ഉള്ളിൽ നിന്ന് ആ അനുഭവമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ അയാളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന കരുണാപൂർവമുള്ള കരുതലിൻ്റെ പേരാണ് സ്നേഹം. മനുഷ്യരായ മനുഷ്യരെ മുഴുവനും അങ്ങനെ കരുണയോടെ ഒരാൾക്ക് സേവിക്കാനോ ശ്രദ്ധിക്കാനോ സാധ്യമാകുന്നതിൻ്റെ പേരാണ്. എല്ലാവരും ഒന്നും വേണ്ട, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന മനുഷ്യരില്ലേ, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യർക്കെങ്കിലും ഒരാൾ അയാളുടെ കരുണയുടെ പാത്രം തുറന്നു കൊടുക്കുന്നതിൻ്റെ പേരാണത് കംപാഷൻ. ഇംഗ്ലീഷിൽ കംപാഷൻ എന്നാണ് പറയുക കരുണയ്ക്ക്. കംപാഷൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ആർത്തികൾക്ക്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഇഷ്ടങ്ങൾക്കൊക്കെ പറയാ പാഷൻ എന്നാണ്. അത് സ്വാഭാവികമായി ഉണ്ടാവും, അതിനാൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പാഷൻ ഒരാളുടെ ഉള്ളിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ കംപാഷൻ അങ്ങനെയല്ല, ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാനൊരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കഥ മാത്രം പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് നമുക്ക് പിരിയാം. കഥ ഇങ്ങനെയാണ്, ഒരു പെൻസിലിൻ്റെ കഥയാണ്. പെൻസിൽ ഉണ്ടാക്കുന്ന ഒരാൾ, അദ്ദേഹം ഓരോ ദിവസവും ഒരുപാട് പെൻസിലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൻസിലിനെ അതിൻ്റെ കവറിലേക്ക് ഇടുന്നതിന് മുമ്പ് അദ്ദേഹം ആ പെൻസിലിന് പറഞ്ഞു കൊടുത്ത 5 കാര്യങ്ങളാണ് ഈ കഥ. പൗലോ കൊയ്ലോ പറയുന്ന ഒരു കഥയാണ്. പെൻസിലിനെ അതിൻ്റെ കവറിലേക്ക് ഇടുന്നതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് അത് കിട്ടില്ല, അത് അതിൻ്റെ വ്യാപാരത്തിലേക്ക് പോവാണ്. പിന്നെ ഒരിക്കലും ആ പെൻസിലിന് അദ്ദേഹം കാണാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അദ്ദേഹം ആ പെൻസിലിന് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്, കാര്യങ്ങളാണ് 5 എണ്ണം. ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയായിരുന്നു: നിന്നെ ഉപയോഗിച്ച് ലോകത്ത് ഇനി പലതും സംഭവിക്കാനിരിക്കുന്നുണ്ട്. കഥകളോ നോവലുകളോ കവിതകളോ വലിയ വലിയ മഹാഗ്രന്ഥങ്ങളോ ഒക്കെ നിന്നെ ഉപയോഗിച്ച് ആളുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. നീയാകും അതിന് കാരണം. നിന്നെ വെച്ച് ആളുകൾ കഥയോ കവിതയോ മഹാഗ്രന്ഥങ്ങളോ ഒക്കെ രചിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരും നിന്നെ ഉപയോഗിച്ച് എഴുതണമെന്നുണ്ടെങ്കിലും, നിനക്കൊരക്ഷരം എഴുതണമെങ്കിൽ പോലും സ്വയം അതിന് സാധ്യമാവില്ല. നിനക്ക് സ്വയം ഒരക്ഷരം പോലും എഴുതാനാവില്ല. പിന്നെയോ ആരോ ഒരാൾ നിന്നെ കൈപിടിക്കണം. ഏതോ ഒരാളുടെ തലച്ചോറിനുള്ളിലുള്ള ആശയങ്ങൾ അയാളുടെ കൈകളിലേക്ക് വന്ന് ആ ആശയങ്ങൾക്കനുസരിച്ച് അയാളുടെ കൈകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അക്ഷരങ്ങളായും കവിതകളായും കഥകളായും അത് മാറുമെന്നല്ലാതെ നിനക്ക് സ്വയം ഒരക്ഷരം പോലും സൃഷ്ടിക്കാനാവില്ല. ഇതാണ് ആദ്യം പറഞ്ഞെടുത്തത്. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുന്നു. ഈ ആളെ മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഈ ആളിങ്ങനെ ആത്മവിശ്വാസത്തോടെ വന്ന് മൈക്ക് പിടിച്ച് ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളുടെ പിന്നിൽ എത്ര മനുഷ്യരുണ്ടാവും? എത്രയേറെ ആളുകളുടെ കരുണയും തലോടലും പ്രോത്സാഹനങ്ങളും സ്നേഹവും കൈപ്പറ്റി ആയിരിക്കും ഒരാളിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നത്. അവരെയൊന്നും നിങ്ങൾ അറിയാൻ വേണ്ട, ഓർക്കുകയും വേണ്ട. ഈ ആൾ പക്ഷേ അവരെ മറക്കാൻ പാടില്ല, ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. അതാണ് പെൻസിലിന് പറഞ്ഞു കൊടുക്കുന്നത്. മലയാളത്തിൽ എഴുതപ്പെട്ട ആത്മകഥകളിൽ ഏറ്റവും മനോഹരമായ ആത്മകഥ തിക്കോടിയൻ മാഷിൻ്റെ ആത്മകഥയാണ്. നമ്മുടെ നാടകരംഗത്ത് വളരെ സജീവമായിരുന്ന ആളായിരുന്നു തിക്കോടിയൻ മാഷ്. തിക്കോടിയൻ മാഷിൻ്റെ ആത്മകഥയുടെ പേരെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ള പേരുമാണ്, രസമുള്ള ആത്മകഥയുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് അരങ്ങ് കാണാത്ത നടന്മാർ എന്നാണ്. ആരെക്കുറിച്ചാണെന്നറിയോ? സുഹൃത്തുക്കളെ കുറിച്ചാണ്.
നമ്മൾ അരങ്ങിൽ കാണുന്നത് നടന്മാരെയാണ്. പക്ഷേ അങ്ങനെ അരങ്ങിൽ കാണുന്ന മനുഷ്യന്മാരുടെ പിന്നിൽ അരങ്ങിൽ കാണാത്ത എത്രയോ മനുഷ്യന്മാരുണ്ടാവും. അവരെ അവിടേക്ക് എത്തിച്ച എത്രയോ സുഹൃത്തുക്കളോ ഗുരുനാഥന്മാരോ പരിശീലകരോ ഒക്കെയായി അരങ്ങ് കാണാത്ത കുറേ മനുഷ്യന്മാരുണ്ടാവും. ആ അരങ്ങ് കാണാത്ത സുഹൃത്തുക്കളെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഏതൊരാളുടെയും ആത്മകഥ അയാളെക്കുറിച്ചാണല്ലോ പറയുക. പക്ഷേ ഈ പുസ്തകം അങ്ങനെയല്ല, സുഹൃത്തുക്കളെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ്.